പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നലത്തെ മത്സരത്തിൽ ഒരു നാണംകെട്ട തോൽവിയാണ് സ്വന്തം കാണികൾക്ക് മുൻപിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഈ പരാജയത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്കാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മങ്ങലേറ്റിരിക്കുന്നത്. ഇനി നേരിയ സാധ്യതകൾ മാത്രമാണ് പ്ലേ ഓഫിലേക്ക് കടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത്. എന്നാലും ആ നേരിയ സാധ്യതയിലൂടെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായ ടി.ജി. പുരുഷോത്തമൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മികച്ച പ്രകടനം തന്നെ നടത്തി. നല്ലതുപോലെ തന്നെ അവസരങ്ങൾ മെനഞ്ഞെടുക്കാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റ നിരയിൽ നല്ല അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെങ്കിലും അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് തിരിച്ചടിയായത് എന്നാണ് ഇപ്പോൾ ടി.ജി. പുരുഷോത്തമൻ വെളിപ്പെടുത്തുന്നത്. കൂടാതെ പ്രതിരോധ നിരയുടെ കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര അപ്പാടി പാളിപ്പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന്റെ പിഴവിൽ നിന്നുമാണ് 2 ഗോളുകളും മോഹൻ ബഗാൻ നേടിയത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാലിപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രതിരോധ നിര മികച്ച പ്രകടനം തന്നെ നടത്തിയെന്നാണ് ടി.ജി. പുരുഷോത്തമൻ പറയുന്നത്. മുന്നേറ്റ നിരയിലെ അവസരങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നതാണ് തിരിച്ചടിയായെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ തോൽവി നമുക്ക് ഇവിടെ മറക്കാം, അടുത്ത മത്സരത്തിനായി നമുക്ക് തയ്യാറെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്: ഇനിയും നേരിയൊരു പ്ലേ ഓഫ് സാധ്യതയുണ്ട്. എന്നാലും ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് പ്ലേ ഓഫിലേക്ക് കടക്കാൻ തന്നെ ശ്രമിക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നത്. എന്നാലും പ്രതിരോധ നിര മികച്ച രീതിയിൽ തന്നെ കളിച്ചു. എന്നാൽ മുന്നേറ്റ നിരയിൽ അവസരങ്ങൾ മെനഞ്ഞെടുക്കാൻ സാധിച്ചെങ്കിലും അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതാണ് ഈ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്നാണ് ഇപ്പോൾ ടി.ജി. പുരുഷോത്തമൻ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഈ പോരായ്മകളെല്ലാം മാറ്റിക്കൊണ്ട് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്കെതിരെ ശക്തമായി തന്നെ തിരികെ വരാൻ ശ്രമിക്കുമെന്നും ഇപ്പോൾ ടി.ജി. പുരുഷോത്തമൻ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അടുത്ത മത്സരത്തിൽ മികച്ച വിജയം തന്നെ നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം.